ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്, അതുപോലെ ഉണ്ടാക്കാനായാലും വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായാലും. ഇതിൽ നിന്നൊരു പീസ് കഴിച്ചാൽ മതി, നമ്മളെ മനസ്സും വയറും ഒരുപോലെ നിറയുന്നതാണ്. അത്ര ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നമ്മളെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഞാൻ തീരെ സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു, പനിയും അതുപോലെ സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയായിരുന്നു. സൗണ്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് എന്തായാലും ഒരു അടിപൊളി സ്നാക്കായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് എല്ലില്ലാത്ത പീസായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയെടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടീസ്പൂൺ, ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ സുർക്ക കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈവച്ച് നല്ല രീതിയിൽ നമുക്ക് ഈ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മസാല നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഇതിൽ ഓയിലിൽ മിക്സ് ചെയ്തുകൊണ്ട് കുറച്ച് ഓയിലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ ചിക്കനും ഒരുമിച്ച് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് സിം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം തന്നെ നന്നായി വെന്ത് കിട്ടുന്നതാണ്. പിന്നെ ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഇത് മൂടി തുറന്നു നോക്കിയിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അടുത്തതായി ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3 ഉരുളക്കിഴങ്ങും നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇതിൽ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഇത് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉരുളക്കിഴങ്ങിലുള്ള അതിൻ്റെ നൂറെല്ലാം നന്നായിട്ട് വെള്ളത്തിലോട്ട് ചേർന്ന് നന്നായിട്ടൊന്ന് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കേണ്ടതാണ്. ഇപ്പം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പം ഇതെല്ലാം പിഴിഞ്ഞെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഗ്യാസിലോട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മൾ പരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മൂടി വെച്ച് കുറച്ച് നേരം ഒരു സിം ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒരു ഭാഗം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ തവി വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഇത് ഒരു പ്ലേറ്റിലോട്ട് നമ്മളൊന്ന് കമത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് പൊട്ടാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഗ്രേറ്റ് ചെയ്ത് കിട്ടില്ല, നിങ്ങൾക്ക് പീസായിട്ടാണ് കിട്ടിയെങ്കിൽ ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മൊസറല്ല ചീസ് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തോട്ടും ഞാനിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്.
ചിക്കൻ മുഴുവനായും ഇതിന്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തക്കാളി കുരെല്ലാം കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതുപോലെ ഫുള്ളായിട്ടും ഇതിന്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി കുരെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അതും ഇതുപോലെ തന്നെ ഫുള്ളായിട്ടും ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടിയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്, അല്ലാതെ നന്നായി നൈസായി പൊടിച്ച പൊടിയല്ല ഇതിലോട്ട് ചേർക്കുന്നത്. അത് ഇതുപോലെ എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നത്. അത് ഇതുപോലെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധത്തിൽ കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെഡാർ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചീസ് എനിക്ക് പാക്കറ്റിലാണ് കിട്ടിയത്. അത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെഡാർ ചീസ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ചു മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ചു നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ചീസെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടുന്നതാണ്. ഇപ്പോൾ ചീസ് ഇവിടെ നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.